ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ പോകുന്നത് ആക്ടിവേറ്റിംഗ് ദ മിറാക്കുലസ് ഇൻ യുവർ ലൈഫ്. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ആ തലത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ ഒരു മെസ്സേജുകളായിരിക്കും ചിന്തിക്കുവാനും പഠിക്കുവാനും അതിലേക്ക് നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ആക്ടിവേറ്റിംഗ് ദ മിറാക്കുലസ് ഇൻ യുവർ ലൈഫ്. പ്രൈസ് ഗോഡ്. ആമേൻ. Psalm 77 verse 14. സങ്കീർത്തനം 77 അതിന്റെ 14 വാക്യം നമുക്ക് മലയാളത്തിൽ നിന്ന് വായിക്കാം. സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ദൈവം നടത്തിയ വഴികളെയും വിധങ്ങളെയും ഒക്കെ മനസ്സിലാക്കി ഒരു സാക്ഷ്യമായി ദൈവത്തെക്കുറിച്ച് പ്രസ്താവിച്ച ഒരു കാര്യമാണത്. Psalm 77 verse 14. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. You are the God who works miracles. നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയ്ക്ക് നീ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. Our God is a God of miracles. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. He is a miracle worker. ഞാൻ പറയട്ടെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. The miracle worker is here. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചെടുക്കുവാൻ അവനിന്ന് വന്നിട്ടുണ്ട്. He is here in our midst. Hallelujah. The miracle worker has come to do miracles because he is the God of miracles. അതേസമയം തന്നെ തൻ്റെ ജനത്തെ അത്ഭുതങ്ങളിലേക്ക് നടത്തുവാൻ, അത്ഭുതത്തിന്റെ നിലവാരത്തിൽ തൻ്റെ ജനം അത്ഭുതങ്ങളെ ചെയ്യുന്നവരായി തീർക്കുവാൻ അവൻ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു. സ്തോത്രം. Not only is our God a God of miracles, he makes us to walk in miracles. അതുകൊണ്ടാണ് ഇന്നത്തെ തലക്കെട്ട് ആക്ടിവേറ്റിംഗ് ദ മിറാക്കുലസ് ഇൻ യുവർ ലൈഫ്. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിസീവിംഗ് മിറക്കിൾസ്, ബട്ട് ദിസ് ഇസ് ഓൾസോ ഡൂയിങ് ആൻഡ് വർക്കിംഗ് മിറക്കിൾസ്. അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലവാരത്തിൽ മാത്രമല്ല. ഹല്ലേലൂയ. നിശ്ചയമായി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone who wants a miracle today? I believe God will satisfy your desire. Hallelujah. How many of you want to be miracle workers? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരായി തീരണമെന്ന് താല്പര്യപ്പെടുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. സ്തോത്രം. That's what God does. God first does a miracle for you and then he changes you and transforms you to be a miracle worker. So we're learning about activating the miraculous in our life. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. A miracle working God. Our God is a miracle working God. Hallelujah. If we want to experience miracles, if we want to walk in miracles, if we want to move in miracles, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ, അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ, അത്ഭുതങ്ങളുടെ പ്രതലത്തിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, it is important to have a revelation of the God who works miracles. നിങ്ങളുടെ ചിന്താഗതിയിൽ, മനോഭാവങ്ങളിൽ ദൈവം പണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമോ, ഇന്ന് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങളെ കാണുവാനോ അനുഭവിക്കുവാനോ അത്ഭുതങ്ങളിൽ നടക്കുവാനോ കഴിയുകയില്ല. Miracles don't jump on people. അത്ഭുതങ്ങൾ ഇങ്ങനെ യാദർശികമായ ആൾക്കാരുടെ പുറത്തേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യമല്ല. ദൈവവചനം നാം പഠിക്കുമ്പോൾ miracles don't jump on people. Miracles happen in response to someone who will receive God's miracle. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, അത്ഭുതത്തിന്റെ ആ പ്രവർത്തികൾ നടക്കുന്നത് ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിച്ച് അത്ഭുതങ്ങളെ സ്വീകരിക്കുന്നതിൽ കൂടെയാണ്. That's why we are learning about the miraculous realm. Galatians chapter 3 verse 5. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ. നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ മധ്യത്തിൽ, ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ നൽകി നിങ്ങളുടെ മധ്യത്തിൽ വീര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാ? Praise God. A God of miracles. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ. നാം സഭാ യോഗങ്ങളിൽ വരുമ്പോൾ, നമ്മുടെ സെൽ ഗ്രൂപ്പുകളിൽ വരുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവനെ നിങ്ങളൊന്ന് തിരിച്ചറിയണം. അത്ഭുതം പ്രവർത്തിക്കുന്നവനെ നിങ്ങളൊന്ന് കാണണം. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നൊരു ബോധ്യം നിങ്ങളെ പിടിക്കണം. അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനാ. ആത്മാവിനെ നൽകുന്നവനും നിങ്ങളുടെ മധ്യത്തിൽ വീര്യ പ്രവർത്തികളെ ചെയ്യുന്നവനും. ഹല്ലേലൂയ. പിന്നെ പൗലോസ് ചോദിക്കുക, അത് നിങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ, ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതുകൊണ്ടാണോ, അതോ വിശ്വാസത്തിന്റെ കേൾവിയാലാണോ ദൈവം ഇതൊക്കെ ചെയ്യുന്നത്? പ്രൈസ് ഗോഡ്. നാം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നാം എന്തെങ്കിലുമൊക്കെ ചെയ്ത്
കൂട്ടുന്നത് കൊണ്ടല്ല ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നൽകുന്നത് നാം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ദൈവം അങ്ങനെയാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വചനത്തിൽ അവനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യത്തെ നാം അതുപോലെ നാം അത് ഏറ്റെടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അതിനെ ഒന്ന് ഉയർത്തുമ്പോൾ, അതിനെ ഒന്ന് സ്വാഗതം ചെയ്യുമ്പോഴാണ് അവൻ ആരായിരിക്കുന്നു അത് വെളിപ്പെടുന്നത്. സ്തോത്രം. So God is a God of miracles. The church is a place of miracles. സഭ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ ഒരു സ്ഥലമാണ്. Hallelujah. അടുത്തിരിക്കുന്ന ആളോട് പറ, get ready for miracles. Get ready for your miracle today. Hallelujah. Miracle today. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. Today is the day of salvation. ഇന്നാണ് അത്ഭുതത്തിന്റെ ദിവസം, ഇന്നാണ് രക്ഷയുടെ ദിവസം, ഇന്നാണ് സുപ്രസാദ ദിവസം. Hallelujah. Praise God. I'm seeing a flow of miracles. സഭയിലും സഭയുടെ പുറത്തൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെയും അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹം, ഒരു ഫ്ലോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയങ്ങളിൽ ഒരു സഭയായി how can we join together and co-work with the God of miracles so that the church becomes a constant place of the display of the miracle working power of God. So our God is a God of miracles. Hallelujah. സ്തോത്രം. നാം എന്തെങ്കിലും ചെയ്ത് കൂട്ടുന്നതുകൊണ്ടല്ല, not because we do a lot of things, but because we are willing to believe what he says about himself. Amen. 1 Corinthians chapter 12 verse 28. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം. സഭയിൽ ചിലരൊക്കെ കർത്താവ് ആക്കിയിരിക്കുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. സഭയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം, വലിയ വാഞ്ചയാണ്. അങ്ങനെ ഒരു മിറക്കിൾ മൈൻഡ് സെറ്റ്, ഒരു അത്ഭുതത്തിന്റെ ഒരു മനോഭാവം, ഒരു മൈൻഡ് സെറ്റ്, ഒരു വെളിപ്പാട്, ഒരു റെവലേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് അത് വരുകയും നാം അതിനെ ഒത്തിരി സ്നേഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുണ്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട് ദൈവം സഭയിൽ ചിലരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നു. യെസ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെ, രണ്ടാമത് പ്രവാചകന്മാരെ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാരെ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരെ, രോഗശാന്തിയുടെ വരമുള്ളവരെ. അപ്പോൾ ദൈവസഭയിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരുണ്ട്. സ്തോത്രം. വർക്കേഴ്സ് ഓഫ് മിറക്കിൾസ്. അപ്പോൾ അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, അത്ഭുതങ്ങളിൽ നടക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും സഭയിൽ. പ്രൈസ് ഗോഡ്. ഒരു അപ്പോസ്തലനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ഒരു അപ്പോസ്തോലിക ദർശനത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാൻ, സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു മനസ്സിലാക്കൽ, സഭ എന്തായിത്തീരണം, ദൈവത്തിന്റെ ഹൃദയത്തിൽ സഭ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുവാൻ, സഭ എങ്ങനെയാണ് പണിയപ്പെടേണ്ടത്, എങ്ങനെയാണ് സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. That's why God raises up an apostle. ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവം കാണിക്കുന്നത് കാണുവാൻ, ദൈവത്തിന്റെ സഭയെ അങ്ങനെ നയിക്കുവാൻ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കും. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന എന്തിനാ? സ്തോത്രം. ദൈവസഭ ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഒന്ന് കാണുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ, ഒന്ന് അറിയുവാൻ. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു നിത്യ സംഭവമായി തീരുവാൻ. ഹല്ലേലൂയ. വർക്കേഴ്സ് ഓഫ് മിറക്കിൾസ്. ആമേൻ. അങ്ങനെ ചിലരെ ദൈവം എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരായി, രോഗശാന്തിയുടെ ഉള്ളവരായി. സ്തോത്രം. ദൈവം അങ്ങനെയുള്ളവരെ സഭയിൽ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ അതായിരിക്കുമോ? Are you called to be a worker of miracle? Are you called to be a person who operates in the gifts of healings? പക്ഷേ ഈ വരങ്ങളെയൊക്കെ ദൈവത്തിന്റെ സഭയിൽ ഇങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നത് അവർ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുവാനല്ല. God raises up a worker of miracle. Not only that miracles happen through that person, but God raises up miracle workers. God raises up these giftings so that they will constantly urge the body of Christ towards the miracle working God. That our God is a God of miracles. You can do miracles. നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ആയിരിക്കുന്ന പ്രതലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. Our God is a God of miracles. നമുക്ക് ഒരു പ്രാവശ്യം പറയാം, അത്ഭുതങ്ങളെ, വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. Hallelujah. That's a good news. That's a wonderful news that the miracle worker is here in our midst. Somebody shout and say hallelujah, because the miracle worker. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ ഇന്നിവിടെ നടക്കും. വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് കരങ്ങളെ ഉയർത്തി. Hallelujah. Miracles will happen today. Yes. There will be a flow of miracles today because he's a miracle worker. Amen. Praise God. 1 Corinthians chapter 12 verse 9 and 10.
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-9-10 അതേ ആത്മാവിനാൽ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ വിവിധ തരം കൃപാവരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഗിഫ്റ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് 1 Corinthians chapter 12. അപ്പോൾ അതേ ആത്മാവ് വിശ്വാസം എന്ന വരം, യെസ്, ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം. The workings of miracles. വിവിധ രീതിയിൽ ദൈവത്തിന്റെ ഈ കൃപാവരങ്ങൾ, the gifts of the Holy Spirit are given in the church. ചിലർക്ക് വിശ്വാസം ദൈവം കൊടുക്കും, വിശ്വാസത്തിന്റെ കൃപാവരം കൊടുക്കുന്നു. ചിലർക്ക് അത്ഭുതങ്ങളുടെ വരം കൊടുക്കുന്നു, പ്രവചനത്തിന്റെ വരം കൊടുക്കുന്നു, രോഗശാന്തിയുടെ. സോ ഡിഫറെന്റ് ഗിഫ്റ്റ്സ്, the Holy Spirit distributes these gifts. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൃപാവരങ്ങളെ നൽകുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. The Holy Spirit is also a miracle worker. 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു തന്റെ പിതാവിനെ പ്രദർശിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ his life was full of the display of miracles. അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു പുത്രനായ യേശുവിന്റെ ജീവിതത്തിൽ കൂടെ. Our God is a God of miracles. Jesus is a miracle working God. The Holy Spirit is a spirit of miracles. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആഗ്രഹം തന്റെ മക്കൾ, തന്റെ ജനം, തന്റെ ശുശ്രൂഷകന്മാർ, തന്റെ സഭയിലുള്ള എല്ലാവരും അവർ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. അത്ഭുതങ്ങൾ പണ്ടെങ്ങോ നടന്നു, അവിടെ എങ്ങോ നടക്കുന്നു എന്നുള്ള നിലവാരത്തിൽ നാം ചിന്തിക്കുവാനല്ല. God, it's your will for me that I walk in miracles. It is your heart's desire that I experience the miracles of God. Hallelujah. Amen. How many of you are ready to be miracle workers? Miracles happen, but they don't just happen accidentally. അത്ഭുതങ്ങൾ നടക്കുന്നു, പക്ഷേ അത്ഭുതങ്ങൾ യാദർശികമായി നടക്കുകയില്ല. Miracles happen, but miracles don't happen accidentally. യാദർശികമായി അത്ഭുതങ്ങൾ നടക്കുകയില്ല. So that's why we need to be activated into the miraculous. We must love and treasure the miraculous. Amen. എന്താണ്? What is a miracle? എന്താണ് ഒരു അത്ഭുതം? It's a supernatural intervention of God into the impossibilities of man. മനുഷ്യന്റെ അസാധ്യമായി വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നതാണ് ഒരു അത്ഭുതം. It's a supernatural display of God's power in response to the needs of man. Hallelujah. Amen. ക്യാൻസർ വന്നു മരിക്കാറായിരിക്കുന്ന ഒരു അവസ്ഥയിൽ മെഡിക്കൽ സയൻസ് കൈവിട്ട സ്ഥിതിക്ക് there is no other way than to have the miracle worker releasing and doing miracles for life. എത്ര ശ്രമിച്ചിട്ടും, എത്ര മരുന്നുകൾ എടുത്തിട്ടും, എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും ഇൻഫെർട്ടിലിറ്റി, ഒരു കുഞ്ഞുണ്ടാകുന്നില്ല. അസാധ്യമായി വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. Hallelujah. You need a miracle. Stop. 400 വർഷം ഇസ്രായേൽ മക്കൾ അടിമ നുഖത്തിലായിരുന്നു. Only a miracle could release them from their bondage. സ്തോത്രം. What's a miracle? എന്താണ് ഒരു അത്ഭുതം? ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, you must know what a miracle is. What is a miracle? It's the supernatural intervention of God into the impossibilities of man. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് നാം പറയുമ്പോൾ, അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ, that is what God delights in. He wants to respond to your faith. When someone says, yes God, I need a miracle today, God says, I'm ready, I'm willing, I'm in action. Miracles happen. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ അത്ഭുതങ്ങൾ യാദർശികമായി സംഭവിക്കുന്നില്ല. It is in response to a faith that someone will exercise. That's why നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ we speak about the God of miracles. We speak about the testimonies of God's miracle working power. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ ദൈവമോ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ. വഴിമുട്ടി നിന്നപ്പോൾ, ചെങ്കടലിന് മുമ്പിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവന്റെ വലം കരം അവൻ വെളിപ്പെടുത്തിയവനാ. The hand of God being released and revealed in the midst of our impossible situation is the miracle. Amen. ദൈവം എന്തിനാ അത്ഭുതങ്ങളെ ചെയ്യുന്നത്? What is the purpose of miracles? Is to bring glory to God. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ അവന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി. Jesus displayed the glory of God. The purpose of miracles is to bring glory to God. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. മാർത്തയോട് കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ അത്ഭുതം കാണും. If you believe, you will see the miracle of God.
the glory of God. ദൈവത്തിന്റെ മഹത്വത്തെ കാണും. Miracles reveal the glory of God. Miracles display the glory of God. Miracles are needed in the church for God to be glorified. So say to your neighbor, get ready for miracles. Have a miracle mindset. ഒരു മിറക്കിളിന്റെ അല്ലെങ്കിൽ ഒരു അത്ഭുതത്തിന്റെ ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉളവാകട്ടെ. The word miracle comes from a Greek word called dunamis. നമ്മൾ ഈ മിറക്കിൾ എന്ന് പറഞ്ഞ പദം ഗ്രീക്ക് ഭാഷയിൽ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് പദം എങ്ങനെയാണ്? മിറക്കിൾ, സയൻസ്, വണ്ടേഴ്സ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ മിറക്കിൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാനുഷികമായ, ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ആ പ്രവർത്തികളെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് മിറക്കിൾസിൻ്റെ ഗ്രീക്ക് പദം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് മീൻസ് ഡുനാമിസ്. ഡുനാമിസ് എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി. Dunamis is the power of God. ദൈവത്തിന്റെ ശക്തിയാണ് dunamis. That's a miracle. So what is a miracle? A miracle is the mighty display of the power of God. എന്താണ് ഒരു അത്ഭുതം? ദൈവത്തിന്റെ അമാനുഷിക ശക്തിയുടെ ഒരു പ്രദർശനമാണ് അത്ഭുതം. It's a display of the mighty power of God. 40 വർഷം ജന്മനാ മുടന്തനായി നടക്കുവാൻ കഴിയാതെ സുന്ദരമെന്ന ആ ഗോപുരത്തിന് മുമ്പിൽ അവിടെ ഇരുന്ന ഒരു ഭിക്ഷക്കാരൻ. പത്രോസും യോഹന്നാനും ആ വഴിയിൽ കൂടെ നടന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് എങ്ങനെ ആഗ്രഹിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസും യോഹന്നാനും ഒരുമിച്ച് ഉറ്റുനോക്കി. വെള്ളിയും സ്വർണവും, സിൽവർ ആൻഡ് ഗോൾഡ് we have none, but what we have we give you in the name of Jesus. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, യേശുവിന്റെ നാമം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ മുടന്തനായവനെ അവർ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ ഒരു വീര്യപ്രവൃത്തി നടന്നു, ഒരു അത്ഭുതം നടന്നു. എന്താ ഒരു അത്ഭുതം? ദൈവശക്തിയുടെ ഒരു പ്രദർശനം. ഇറ്റ് ഇസ് എ ഡിസ്പ്ലേ ഓഫ് ദ പവർ ഓഫ് ഗോഡ്. ഇറ്റ്സ് എ ഡിസ്പ്ലേ ഓഫ് ദ റോ ഡൈനാമിക് power of God. Our God is a God of miracles. അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹത്തോടും ആകാംക്ഷയോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സഭയിലും തന്റെ മക്കളുടെ ജീവിതത്തിലും പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. Hallelujah. A lack of revelation, a lack of understanding, a lack of mindset blocks you from the miracle working power of God. ദൈവം പണ്ട് അത്ഭുതങ്ങളെ ചെയ്തു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നു. പല തെറ്റായിട്ടുള്ള പഠിപ്പിക്കൽ, തെറ്റായിട്ടുള്ള മനോഭാവങ്ങൾ ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുവാൻ കഴിയും. ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ, ഒരു ആവശ്യത്തിന്റെ മധ്യത്തിൽ, ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ, ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ you can expect the miracle working power of God. What's a miracle? എന്താണ് ഒരു അത്ഭുതം? It's the power of God in demonstration. വണ്ടർ എന്നൊരു പദം, ടേറാസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ദാറ്റ് മീൻസ് ഒരു മാർവലസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരെയും വിസ്മയിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഗാഡ് ഇസ് എ ഗാഡ് ഓഫ് മിറക്കിൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദൈവം ഒരു വണ്ടർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ മാർവലസ്. എല്ലാവരെയും ഒന്ന് വിസ്മയിക്കുന്ന രീതിയിൽ ദൈവം ഒരു കാര്യത്തെ ചെയ്യുന്നു. സോ ആ ഗാഡ് ഇസ് എ ഗാഡ് ഓഫ് മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, 3-ഉം 4-ഉം ഒന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 2 verse 3 and 4. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയൊരു രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സോ ദിസ് സാൽവേഷൻ, നാം വിശ്വസിക്കുന്ന ദൈവം നമ്മളെ പരിമേൽപ്പിച്ചിരിക്കുന്ന ഈ രക്ഷ, ഈ സുവിശേഷം, അത് വലിയൊരു രക്ഷയാണ്. അത് പുത്രനായ യേശു അത് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. തന്റെ അപ്പോസ്തലന്മാർ അതിനെ കൺഫർം ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്, റൈറ്റ്? എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. യെസ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? Hallelujah. God also bearing them witness both with signs, wonders and with diverse miracles and the gifts of the Holy Spirit. ഈ സുവിശേഷത്തെ ഉറപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് ദൈവസഭയ്ക്ക് ദൈവം നൽകിയത് അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിവിധ തരം കൃപാവരങ്ങളാലും ആണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. So we can expect the miracles of God. The miracles of God are not something that will happen, that must happen once in a while. എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല. The gospel is the gospel of the power of God.
ആമേൻ. ദൈവത്തിന്റെ ശക്തിയുടെയും ദൈവത്തിന്റെ ആ ബലത്തിന്റെയും ദൈവത്തിന്റെയും അത്ഭുതത്തിന്റെയും ഒരു സുവിശേഷമാണ് ദൈവത്തിന്റെ സുവിശേഷം. So we can expect the miracles of God. We can expect God at work. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് സ്വീകരിക്കാം, നമുക്കത് ഏറ്റെടുക്കാം, നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കത് സ്വീകരിച്ചെടുക്കാം. ചില കാര്യങ്ങൾ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് നടക്കുവാൻ കഴിയുന്നത്? How can we activate ourselves into this miraculous realm? One of the essential ways is to call upon the name of the Lord. കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ആ ഒരു പ്രതലത്തിൽ കൂടെ, to call upon the name of the Lord. 91 സങ്കീർത്തനം. Let's turn to Psalm 91 verse 15 and 16. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. He will call upon me and I will answer him. സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളും. I will call upon him and he will answer me. When we call upon the name of the Lord, നാം കർത്താവിന്റെ നാമത്തെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഈ ദൈവത്തിന്റെ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കുകയും ആ നാമത്തെ നാം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതത്തിന്റെ പ്രതലം അവിടെ സൃഷ്ടിക്കപ്പെടുക. Jeremiah, the book of Jeremiah chapter 33 verse 3. യെരമ്യായുടെ പുസ്തകം 33 അധ്യായം 3 വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിനക്ക് ഉത്തരമരുളും. This is God's promise to us. If you will call upon me, I will answer. If you will call upon the God of miracles, the God of miracles will answer you. Amen. Call upon me and I will answer you. Yes. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. മഹത്വവും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. I will reveal to you great and mighty things. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായത്തിൽ 11-12 നമുക്കറിയാം പൗലോസിന്റെ ജീവിതം. പൗലോസിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫേസ്യ സഭയിൽ എഫെസസിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം 11-12. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ, പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ, a God of miracles flowing through the life of Paul. പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ. യെസ്, തുടർന്ന് അവന്റെ മേമേൽ നിന്ന് റൂമാലും ഉത്തരയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും. അത്ഭുതങ്ങളുടെ ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് റൂമാലുകൾ കൊണ്ടുപോയി ജനം സൗഖ്യം പ്രാപിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 5 അധ്യായം 15 വാക്യം നമുക്കൊന്ന് വായിക്കാം. Acts chapter 5 verse 15. രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ, രോഗികളെ കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. ഇവിടെ നമ്മൾ വായിക്കുന്ന പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലൊന്ന് രോഗികളുടെ മേൽ വീഴുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ നിഴല് ജനത്തിന് സൗഖ്യമായി വ്യാപരിക്കുന്നു, വിടുതലായി വ്യാപരിക്കുന്നു, അത്ഭുതമായി വ്യാപരിക്കുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒഴുകി പത്രോസിന്റെ നിഴല് രോഗികളെ സൗഖ്യമാക്കി. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 6 അധ്യായം 8 വാക്യം സ്തേഫാനോസിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. യെസ്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തേഫാനോസ് ചെയ്തു. മേശമേൽ ശുശ്രൂഷിക്കുന്ന സ്തേഫാനോസിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തേഫാനോസ് ചെയ്തു. റൈറ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 8 അധ്യായം 6 വാക്യം ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിനെ പ്രസ്താവിച്ചപ്പോൾ സമാരിയ പട്ടണത്തിൽ പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവർത്തികളുടെയും ഒരു പ്രവാഹം സംഭവിച്ചു. സ്തോത്രം. ആദിമസഭ ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ വളരെ ഒരു ഹൈ നിലവാരം പുലർത്തിയ ഒരു സഭയാണ്. They honored and valued the God of miracles. ദൈവസഭ വളരുവാൻ, ദൈവസഭ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകുവാൻ, ദൈവസഭ പിശാചിന്റെ സകല പ്രവർത്തികളെയും കീറി മുറിച്ച് അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ അവൻ അത്ഭുതങ്ങളുടെ ദൈവത്തെ അറിഞ്ഞിരുന്നു. സ്തോത്രം. They knew the God of miracles. Men became the display vessels of the power of God. Hallelujah. Amen. Hallelujah. The church was a center of the miracle working power of God. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ഒരു
കേന്ദ്രമായി ദൈവസഭ മാറി, ദൈവദാസന്മാർ മാറി, ദൈവസഭയിലുള്ള ഓരോ വിശ്വാസികളും മാറി. Hallelujah. But how did that happen? എങ്ങനെയാണ് സംഭവിച്ചത്? How did the church become a center, a place of the miraculous? Because they called upon the name of the miracle working power of God. Hallelujah. അവർ ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്തു? അവർ ഉയർത്തി, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി. Let's call upon the name of the Lord. Because when you call upon the name of the Lord Jesus, you open the realm of miracles. You tap into the miracle working power that God has placed in the name of Jesus. Hallelujah. Is there someone who will call upon the name of the Lord today? In the യേശുവിന്റെ നാമത്തെ നീ വിളിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം നൽകും. Will you call upon the name of Jesus? That name is loaded with the power of God. ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ നാമം, യേശുവിന്റെ നാമം. When the people of God begin to call upon the name of Jesus, യേശുവിന്റെ നാമത്തെ നാം ഒന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ, നാം ഒന്ന് ഉയർത്തുമ്പോൾ, there is a flow of miracles. There is a flow of the power of God. There is a release of the miraculous. അതുകൊണ്ട് പലപ്പോഴും സഭാകൂട്ടങ്ങളിൽ നാം ഒരുമിച്ച് വന്ന് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താമോ, നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താമോ, നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി നിങ്ങൾ കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്താമോ എന്ന് പലപ്പോഴും ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്നത് is to get you activated into the miracle working power of God. ഒരു സഭയായി നാം നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി നാം യേശുവിന്റെ നാമത്തെ, ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സകല നാമത്തിന്മേലായ സകല നാമത്തിന്മേലാക്കി വെച്ചിരിക്കുന്ന ഈ യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അത്ഭുതങ്ങളുടെ പ്രതലം അവിടെ വെളിപ്പെടുക. ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് അപ്പോസ്തലന്മാർ കൽപ്പിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. They knew how to tap into the miracle working power of God by lifting up the name of Jesus. Somebody shout and say, Jesus, Jesus, Yeshua. Amen, 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 amen. ദൈവത്തിൽ നാം വീണ്ടും 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 നാം ഇത് കാണുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക. Call upon me. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. Call upon me and I will answer you. Call upon me and I will answer you. Call upon me and I will answer you. Hallelujah. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-11 വരെ ഒരു മനുഷ്യൻ, ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ. നമുക്ക് ജബേസിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് ഒത്തിരി ദീർഘമായി അതിനെ കുറിച്ച് പ്രസംഗിച്ചതാ. പക്ഷെ ഒന്ന് തൊട്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വളരെ വേദനയിലാണ് തന്റെ അമ്മ തന്നെ പ്രസവിച്ചത്. 1 Chronicles chapter 4 verse 9-11. ജബേസിന്റെ കഥ നമുക്ക് അവിടെ വായിക്കാം. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. മാന്യനായി തീർന്നു. താൻ ജനിച്ചപ്പോൾ മാന്യനല്ലായിരുന്നു, വളരെ വിഷമത്തിലും വളരെ പ്രശ്നത്തിലും ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ. എന്നെ കാണുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്ക് വായിക്കാം. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. വ്യസനത്തോടെ പ്രസവിച്ചു, വ്യസനത്തോടെ വളരെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ജബേസ് ഒരു ശാപ വാക്ക്, ഒരു ശാപത്തിന്റെ ഒരു പേര് ജബേസിന്റെ പേര് പുറത്തു വീണു. വേദന ഉണ്ടാക്കുന്നവൻ, വ്യസനം ഉണ്ടാക്കുന്നവൻ, മറ്റുള്ളവർക്ക് ഒരു തലവേദനയായി തീരുന്നവൻ, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവൻ എന്നായിരുന്നു ജബേസിന്റെ പേരിന്റെ അർത്ഥം. ഇന്ന് പകൽക്കാലം അങ്ങനെ അനുഭവമുള്ള വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു. നമ്മുടെ മാതാപിതാക്കൾ സാധാരണ രീതിയിൽ അങ്ങനെ ശപിക്കുകയും വളരെ 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 മോശമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കുമെങ്കിലും അങ്ങനെ ഒരപ്പനും അമ്മയും ഞാൻ മനസ്സിലാക്കുന്ന ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരു പേരിട്ട് കാണുവാൻ ഇടയായി തീരത്തില്ല. പക്ഷെ ജബേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ his condition was very bad. His mother cursed him or termed his name pain. But Jabez turned his history, his life around. അയ്യോ, എന്റെ അമ്മ എന്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തല്ലോ, എന്റെ അമ്മ എന്നെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നൊന്നും താൻ വിഷമമായി കാണും, ദുഃഖമായി കാണും. എന്റെ അമ്മ എന്തിനാ അങ്ങനെ എന്നെ വിളിച്ചത്, എന്തിനാ അങ്ങനെ എന്റെ പേര് അങ്ങനെ ഇട്ടത്? He would have wondered, he would have thought. പക്ഷെ അതിന്റെ മധ്യത്തിൽ തന്നെ ആ കുഴിയിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന്, ആ വിഷയത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചത് തനിക്ക് ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച്, ഇസ്രായേലിന്റെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ ഉണ്ടതുകൊണ്ട് താൻ ജബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. So Jabez called upon
the name of God. Jabez called upon the God of Israel. താൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അനുഗ്രഹിക്കുന്ന ദൈവത്തെ, തനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന, തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തെ ജബേസ് വിളിച്ചപേക്ഷിച്ചു. He called upon the God of Israel and said, God, indeed you must bless me. നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിന് എല്ലാം ശാപമായി കിടക്കുക, എല്ലാം കുറഞ്ഞു കിടക്കുക, എല്ലാം തടസ്സമായി കിടക്കുക, എൻ്റെ വീട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ എതിരായി ഇരിക്കുക. പക്ഷെ അതിന്റെ മധ്യത്തിൽ ആ വിഷയത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുവാൻ കഴിയുന്നത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് I call upon you. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. Jabez called upon the name of God and he said, God, you must bless me, you must enlarge my territory, your hand must be with me, you must preserve me from all evil. Jabez പ്രാർത്ഥിച്ചു. ജബേസ് ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവവചനം പറയുന്നു, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. God granted his request. How can we activate the miraculous? How can we experience the miraculous? How can we walk in the miraculous? Once we learn to call upon the name of the miracle working power of God. Amen. മർക്കോസിന്റെ സുവിശേഷം 10:45 വാക്യം. There was another man called Bartimaeus. ചില ഉദാഹരണങ്ങൾ ഒന്ന് പറയാം. അവൻ എങ്ങനെയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അമാനുഷിക ശക്തിയെ അവരുടെ ജീവിതത്തിൽ അവർക്ക് റിസീവ് ചെയ്യുവാൻ പ്രാപിക്കുവാൻ കഴിഞ്ഞത്? How did they tap into the miracle working power of God? How did they walk in the supernatural experience? മർക്കോസിന്റെ സുവിശേഷം 10:45 വാക്യത്തിൽ നമുക്ക് ബർത്തിമായിസിനെ അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്കറിയാം ബർത്തിമായിയുടെ വിഷയം എന്തായിരുന്നു? ജന്മനാ കുരുടനായിരുന്നു. His destiny was sealed. That was his fate. അവന്റെ തലയെഴുത്ത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞ് ചിന്തിച്ചു കാണുമായിരിക്കും. പക്ഷേ അന്ന് എരിക്കോയിൽ കൂടെ കർത്താവ് പോയി. ബർത്തിമായിസ് കർത്താവിനെ കുറിച്ച് കേട്ടു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് ബർത്തിമായി കേട്ടു. എന്റെ കണ്ണുകളെ തുറക്കുവാൻ ഈ യേശുവിന് കഴിയും എന്ന് താൻ വിശ്വസിച്ച് കാണും. ഒരു വലിയ പുരുഷാരം യേശുവിനോട് കൂടെ പോകുമ്പോൾ നമ്മളോട് വായിക്കുന്ന ബർത്തിമായിസ് വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് അവിടെ കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. Bartimaeus cried out unto Jesus and said, Jesus, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. കർത്താവിന്റെ ഒരു മകനല്ല, യേശുവിന്റെ രക്ഷയൊന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കരുണയെ കുറിച്ചൊന്നും വലിയ ഉറപ്പില്ലാത്ത ഈ വ്യക്തി എന്ത് ചെയ്തു? അത്ഭുതങ്ങളെ, എന്റെ കണ്ണുകളെ തുറക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ, എന്റെ അവസ്ഥകളെ മാറ്റുവാൻ, എന്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റുവാൻ, എന്റെ പ്രതിബന്ധങ്ങളെ മാറ്റുവാൻ കഴിയുന്നു എന്നുള്ള കാര്യത്തെ ബർത്തിമായിസ് മനസ്സിലാക്കി. അവൻ എന്ത് ചെയ്തു? അവൻ വിളിച്ച വിഷയം called upon the name of Jesus. Hallelujah. കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, ബർത്തിമായി ഇങ്ങനൊന്നും കരഞ്ഞ് വിഷമിക്കേണ്ട, കരഞ്ഞ് നിലവിളിക്കണ്ട. പക്ഷെ ബർത്തിമായി എന്ത് ചെയ്തു? ആൾക്കാർ പറഞ്ഞതൊന്നും കേട്ട് നിരുത്സാഹപ്പെട്ട് തന്റെ വിളി നിർത്തിയില്ല. He even more began to cry aloud, Jesus. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. Every major work of God in the church, in this world, in the history of the church has happened because someone called upon the name of God. Someone paid the praise to call upon the name of God. ബർത്തിമായി കരഞ്ഞു, ബർത്തിമായി നിലവിളിച്ചു. കർത്താവ് പറഞ്ഞു, there is someone calling upon me. വലിയ പുരുഷാരത്തിന്റെ കൂടെ നടന്ന യേശു അവിടെ നിന്നു. He said, there is someone calling out to me. There is someone crying out to me. This is a cry of desperation. This is a cry of faith. This is a cry of need. കർത്താവ് അവിടെ നിന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ഉണ്ട്. കുറച്ച് സമയത്തിൽ നാം പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്റെ കരപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ, നമ്മളൊന്ന് സ്വീകരിക്കുവാൻ പോകുക. And I want you to know what Bartimaeus did. Hallelujah. ബർത്തിമാസിന് ഒത്തിരി സത്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ തന്റെ ഹൃദയത്തിൽ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ സത്യത്തെ താൻ എന്ത് ചെയ്തു? ഒന്ന് പ്രാവർത്തികമാക്കി. He operated in the reality of the truth that he knew and he called upon the name of Jesus. നമ്മോട് വായിക്കുന്ന കർത്താവ് ആ വിളി കേട്ടു. ആ മനുഷ്യന് വേണ്ടി, ആ ജന്മന അന്ധനായ ആ കുരുടന് വേണ്ടി യേശു നിന്നു. He stopped and said, bring that person here. Amen. God healed Bartimaeus. നമുക്കറിയാം ബർത്തിമായി കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് ഒരു അത്ഭുതം ബർത്തിമായിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 4:24-29 വരെ വേറെ ചിലർ കർത്താവിനെ വിളിച്ചു, ദൈവത്തെ വിളിച്ചു. അവിടെ വിളിച്ചത് വേറെ ആരുമല്ല, ഒരു വലിയ അത്ഭുതത്തെ പ്രവർത്തിച്ച പത്രോസും യോഹന്നാനും. അവിടെയുള്ള ഇസ്രായേലിലുള്ള നേതാക്കന്മാർ അവരെ വിലക്കിയപ്പോൾ മഹാപുരോഹിതന്മാർ
വിലക്കിയപ്പോൾ നീ ഈ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കുവാൻ പാടില്ല എന്നൊരു കൽപ്പന പിടിപ്പിച്ചപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നേ പത്രോസും യോഹന്നാനും ഈ അപ്പോസ്തലന്മാർ അവർ ഒരുമിച്ച് കൂടി വന്ന് അവരുടെ പ്രിയപ്പെട്ട സഭയോട് ചേർന്ന് സഭയിലേക്ക് വന്നു. അവർ ഒരുമിച്ച് കൂടി വന്ന് അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, അവർ ദൈവത്തോട് അപ്പോസ്തലന്മാർ ഒരു വലിയ അത്ഭുതം, 40 വർഷം മുടന്തനായ കാലുകൾ ക്ഷയിച്ചു പോയിരിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചതാ. അവരുടെ കണ്ണിന് മുമ്പിൽ മാംസം കളിച്ചു വരുന്നതും അവരുടെ മുമ്പിൽ ആങ്കിൾസ് ഒക്കെ സ്ട്രെങ്തൻഡ് ആകുന്നത് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് ഒരു അത്ഭുതത്തിന്റെ അനുഭവം കഴിഞ്ഞു വന്നവരായവർ. But these miracle workers were men of prayer. അവർ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. They were men of prayer. അവർ ദൈവത്തോട് കണക്ട് ചെയ്യുവാൻ, അവർ ദൈവത്തോട് ആ ഒരു വലിയ ക്ലോസ്നെസ്സിൽ ഇന്റിമസിയിൽ ജീവിച്ചവരായിരുന്നു. സ്തോത്രം. അവർ ഒരുമിച്ച് കൂടി വന്ന് അവർ നിലവിളിച്ചു. യെസ്, വായിക്കാം. ആകാശവും ഭൂമിയും സമുദ്രവും. ഓക്കെ, അത് ഒരു പ്രാവശ്യം സ്റ്റാർട്ടിംഗ് തൊട്ടൊന്ന് വായിക്കാമോ? അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, അവരോരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞു. ഓക്കെ, 28-ാം വാക്യം നമുക്ക് വായിക്കാം. ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നേമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഒരു തടസ്സം വന്നു, ഒരു വിഷയം വന്നു, ഒരു പ്രതിബന്ധം വന്നു. നീ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രസംഗിക്കരുത് എന്നൊരു വിലക്ക് വന്നു. അതിന്റെ മധ്യത്തിൽ അവർ അത്ഭുതങ്ങളുടെ ദൈവത്തെ വിളിച്ചു വരുത്തുന്നതായി ആ ശക്തി അവരുടെ മധ്യത്തിൽ കൂടുതൽ ശക്തിയോട് പ്രകടമാകുവാൻ അവർ ദൈവത്തെ വിളിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമായത്. യെസ്, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. They called the apostles and the prayer and the early church. They came together and they called upon the God of miracles. Hallelujah. Amen. പെട്ടെന്ന് സങ്കീർത്തനം 99-ാം സങ്കീർത്തനം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Psalms 99 verse 6. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരം അരുളി. പഴയ നിയമത്തിൽ വളരെ മൈറ്റിയായിട്ട് ദൈവം ഉപയോഗിച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ച് ദൈവത്തിന്റെ ആ പ്രവർത്തികളെ ചെയ്യുവാൻ ഉപയോഗിച്ച് ദൈവദാസന്മാരാ മോശയും അഹരോനും ശമൂവേൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് they called upon the name of God. So when you call upon the name of God, യേശുവിന്റെ നാമത്തെ, hallelujah, നാം ഇങ്ങനെ യേശുവിന്റെ നാമത്തെ നാം വീണ്ടും 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 നാം ഉയർത്തുകയും കർത്താവിന്റെ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കുകയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഈ ദൈവത്തിന്റെ നാമത്തെ നാം ഉരുവിടുകയും വിളിക്കുകയും ചെയ്യുമ്പോൾ ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അത്ഭുതം തന്റെ ജനത്തിന്റെ മധ്യത്തിലേക്ക് വ്യാപരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. When you begin to invoke the name of Jesus again and again and again, it releases the life and the miracle working power of God. Amen. Praise God. Hallelujah. എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഞാനിത് ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക്, ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ശുശ്രൂഷയുടെ മധ്യത്തിൽ നാം യേശുവിൻ്റെ നാമത്തെ, ചില സമയത്ത് ഞാൻ തന്നെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. അത് കഴിഞ്ഞ് ജനത്തോടൊന്ന് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പറയും. യേശുവേ 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 എന്ന് 2, 3, 4, 5 പ്രാവശ്യമൊക്കെ വിളിച്ചു കഴിയുമ്പോൾ ദുരാത്മാക്കൾ തന്നെത്താനെ വെളിപ്പെടുന്നതായി കാണും. ശുശ്രൂഷയുടെ മധ്യത്തിൽ ചിലരൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മേൽ ദുരാത്മാവ് ഇങ്ങനെ പ്രകടമാകുന്ന നമുക്ക് കാണാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ദുരാത്മാവ് അങ്ങ് സൈലന്റ് ആകും, അങ്ങ് ഒളിക്കും. വെളിപ്പെടാതിരിക്കാനായിട്ട്, അതിനെ പുറത്താക്കാതിരിക്കാനായിട്ട് ഇതങ്ങ് ഒളിയും. ആ സമയത്ത് അവരെ കൊണ്ട് യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിച്ച് പറയുക, ഒന്ന് വിളിക്കുവാൻ അവർ 1, 2, 3 പ്രാവശ്യം യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് യേശു 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 ഒരു 3-ാമത്തോ 4-ാമത്തോ പ്രാവശ്യമൊക്കെ ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ദുർശക്തി അവരിലങ്ങ് വെളിപ്പെട്ട് വരും. അതിന്റെ കാരണം they hate the name of Jesus. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അത് സ്വർലോകവും ഭൂലോകവും അധോലോകവും ഒരേപോലെ അറിയുന്നു. സ്തോത്രം. The name of Jesus is recognized in heaven, on earth and in hell equally. So when the people of God learn to call upon the name of Jesus in one accord, they open up the realm of the miraculous in their midst. Praise God. Hallelujah. The spiritual atmosphere changes when you begin to call on the name of Jesus. When you begin to call and honor and lift the blood of Jesus. യേശുവിന്റെ രക്തത്തെ നാം ഒന്ന് ഉരുവിടുമ്പോൾ, യേശുവിന്റെ നാമത്തെ നാം ഒന്ന് ഉരുവിടുമ്പോൾ, the spiritual atmosphere changes.
changes and the life of God and the power of God and the miracles of God begin to flow into that place. Amen. പക്ഷേ ദൈവത്തിന്റെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. യെശയ്യാവിന്റെ പുസ്തകം 64 അധ്യായം 7 വാക്യം. Isaiah 64 verse 7. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. This is God's problem. ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനോ നിന്നെ മുറുകെ പിടിപ്പാനോ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. ഉത്സാഹിക്കുന്നവൻ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കും, 5 പ്രാവശ്യം ഒന്ന് വിളിക്കും, 10 പ്രാവശ്യം ഒക്കെ വിളിക്കും. പക്ഷേ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും അവന്റെ നാമത്തെ മുറുകെ പിടിക്കുവാനും ഉത്സാഹം കാണിക്കുന്നവർ ആരുമില്ല. ഇസ്രായേൽ ജനത്തോട് ഈ പ്രവാചകൻ പറയുക, അവരുടെ വിഷയത്തിന്റെ പിന്നിൽ, അവരുടെ പ്രശ്നത്തിന്റെയും പ്രതിബന്ധത്തിന്റെ മധ്യത്തിൽ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പറയുക, വിളിച്ചപേക്ഷിക്കുവാനും എന്നെ മുറുകെ പിടിക്കുവാനും ഉത്സാഹം കാണിക്കുന്നവർ ഇല്ല. ഈ മെസ്സേജ് നിങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ, അവന്റെ അത്ഭുതത്തെ സ്വീകരിക്കുന്നവർ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, അനുഭവിക്കാൻ, അതിൽ നടക്കുവാൻ, ഹല്ലേലൂയ, ഹൃദയത്തിൽ വെളിപ്പാട് കിട്ടിയവർ ഒന്ന് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ സഭയിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരെങ്കിലും ദൈവത്തിനെ കാണുമോ? Will God find someone who will call upon the name of God earnestly? കാത്രിൻ കുൾമാൻ എന്ന് പറഞ്ഞ വളരെ അത്ഭുതങ്ങളിൽ, ദൈവത്തിന്റെ പ്രവർത്തികളിൽ ദൈവം ഉപയോഗിച്ച് അത്ഭുതങ്ങളിൽ വളരെ വലിയ നിലവാരത്തിൽ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് കാത്രിൻ കുൾമാൻ. അടുത്തിടയ്ക്ക് ഞാൻ പുള്ളിക്കാരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ ഇടയായി തീർന്നു. The greatest power in the world is the power of prayer. Hallelujah. തന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്. The greatest power in the world. ഞാൻ വേറെ പുള്ളിക്കാരത്തിന്റെ ഒരു കോട്ടും കേട്ടിട്ടുണ്ട്. The greatest power is the power of the Holy Spirit. പക്ഷേ തന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, the greatest power in the world is the power of prayer. പ്രാർത്ഥിക്കുവാൻ, ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കണക്ട് ചെയ്യുവാൻ, ഭൂമിയിലേക്ക് ആ കരപ്രവൃത്തി ഒന്ന് കൊണ്ടുവരുവാൻ വളരെ ശക്തമായ ദൈവം ഉപയോഗിച്ച ഒരു ദൈവത്തിന്റെ ദാസിയാണ്. സ്തോത്രം. തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പല മേഖലകളിലാണ് ദൈവം ഓരോരുത്തരെ ഉയർത്തുന്നത്. കാത്രിനെ ദൈവം ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒഴുകുവാൻ, പരിശുദ്ധാത്മാവിനോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളരെ അടുത്ത് പരിശുദ്ധാത്മാവിനെ അറിയുവാൻ, ഇടപെടുവാൻ, പരിശുദ്ധാത്മാവിനെ തന്റെ ജീവിതത്തിൽ ആ പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ, to become a friend of the Holy Spirit. കാത്രിനെ ദൈവം സഹായിച്ചു. കാത്രിൻ അങ്ങനെ തന്റെ ജീവിതത്തെ കൊടുത്തു. സ്തോത്രം. കാത്രിന്റെ ജീവിതത്തെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഓരോ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ താൻ ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ തുടങ്ങും. ആദ്യം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ സാധാരണ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചങ്ങ് പോകും. പക്ഷെ അതിന്റെ മധ്യത്തിൽ കാത്രിൻ കുൾമാൻ അങ്ങ് നിൽക്കും. ഒന്ന് നിന്നിട്ട് താൻ പറയും, He is here. അവൻ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിലേക്ക് ആശ്ചര്യമായിട്ടുള്ള രീതിയിൽ, ഒരു മാനിഫെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, the Holy Spirit is here. Everybody be silent. എല്ലാവരും ശാന്തമായി തീരണം. സ്തോത്രം. പിന്നെ താനിങ്ങനെ നോക്കുമ്പോൾ അവിടെ ക്യാൻസർ ബാധിച്ചൊരു വ്യക്തി ഇരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇവിടെ ആർത്രൈറ്റിസ് ബാധിച്ചൊരു വ്യക്തി ഇരിക്കുന്നു, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. അവിടെ ട്യൂമർ ഉള്ളൊരു വ്യക്തി ഇരിക്കുന്നു, പരിശുദ്ധാത്മാവ് വ്യക്തിയെ സൗഖ്യമാക്കുന്നു. സൗഖ്യമായവരൊക്കെ മുമ്പോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ. വളരെ ഉയർന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ, ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ മിറക്കിൾസിനെ തന്റെ ജീവിതത്തിൽ കൂടെ പ്രദർശിപ്പിച്ച് കാണിച്ചൊരു ദൈവത്തിന്റെ ദാസിയാണ് കാത്രിൻ കുൾമാൻ. She had a relationship with the Holy Spirit. പരിശുദ്ധാത്മാവുമായി വലിയൊരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം. She knew the God of miracles. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ തന്റെ ജീവിതത്തിന്റെ തകർന്ന് ആ വളരെ ബ്രോക്കൺ ആയിട്ടുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ ഒരു വ്യക്തി. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന്റെയും പത്രോസിന്റെയും ഈ ദൈവദാസന്മാരുടെയും ആദ്യ സഭയിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളെ പോലെ അങ്ങനെ ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി കാത്രിൻ തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. So our God delights in doing miracles. ഹല്ലേലൂയ. He is waiting. അവൻ നോക്കുന്നത്, അവൻ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തിന്റെ അമാനുഷികമായ അത്ഭുതത്തിന്റെ ആ പ്രതലത്തെ ഒന്ന് ജീവിതങ്ങളിലേക്ക്, ഒന്ന് ദൈവത്തിന്റെ സഭയിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ അങ്ങനെ ഉത്സാഹം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുമുണ്ട്. Amen. The Holy Spirit of God is here. But many times the problem is we don't welcome him. We don't welcome the miracles, the life, the power that he wants to reveal in the midst of his people. Hallelujah. Praise God. We're learning about how to activate the miraculous in our personal lives. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ. It happens by calling upon the name of the Lord. Hallelujah. രണ്ടാമത്തെ കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് നാം അല്പസമയം ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് സമയമെടുക്കാം. യോബിന്റെ പുസ്തകം 22 അധ്യായം 28 വാക്യം. The book of Job chapter 22 verse 28. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് You will decree a thing and it will be established.
സ്തോത്രം. Hallelujah. The power of decree and declaration. അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ, അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ, അത്ഭുതത്തിന്റെ പ്രതലങ്ങളിൽ ഉയർന്നു വരണമെങ്കിൽ, ഇന്ന് നിങ്ങൾ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ആ നിലവാരത്തിൽ നിന്ന് ഉയർന്നു വരണമെങ്കിൽ, you must learn the power of decree and declaration. Miracles happen. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. But they don't happen accidentally. Miracles are the deliberate acts of God in response to the exercise of a man who releases faith or a woman who releases faith. Praise God. You shall decree a thing. നീ ഒരു കാര്യം പ്രസ്താവിക്കും, അത് സാധിക്കും. അല്ലെങ്കിൽ it will be established. അത് അങ്ങനെ നടക്കും, സ്ഥിരമായി തീരും, സ്ഥിരീകരിക്കപ്പെടും. You must decree a thing and it will be established. Praise God. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ എസെക്കിയേൽ പ്രവാചകനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുക്കുന്നു. പെട്ടെന്ന് അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന ഒരു വാലിയിലേക്ക് കൊണ്ടുവരും. നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. We are learning about the power of decree and declaration. Yes. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് Yes. താഴ്വരയുടെ നടുവിൽ നിർത്തി. താഴ്വരയുടെ നടുവിൽ പ്രവാചകനെ ദൈവം നിർത്തുക. സ്തോത്രം. Yes. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന. ഹല്ലേലൂയ. നമുക്കറിയാം, അസ്ഥികൾ എന്ന് പറയുമ്പോൾ ചത്തിരിക്കുന്ന, നിർജീവമായിരിക്കുന്ന, ജീവനില്ലാത്ത, ഒരു ഹോപ്പുമില്ലാത്ത, നിർജീവമായിരിക്കുന്ന, ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, താഴ്വരയിലേക്ക് പ്രവാചകനെ ദൈവം കൊണ്ടുവരുന്നു. യെസ്. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ചുറ്റി ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ നടത്തുന്നു. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. വളരെ അധികമായിരിക്കുന്ന ഒരു അവസ്ഥ. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. വളരെ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ പറയുമ്പോൾ ചെറിയ പ്രശ്നമല്ല, ചെറിയ വിഷയങ്ങളല്ല, വളരെ ഗുരുതരമായിരിക്കുന്ന പ്രശ്നങ്ങൾ. യെസ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? Son of man, will these bones live? അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അടുത്ത വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്. ദൈവം പ്രവാചകനോട് കൽപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം. നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച്, അവയോട് പറയേണ്ടത്. നീ എന്ത് ചെയ്യണം? അവയോട് പറയണം. You must decree, you must speak into that situation, you must decree into that situation, you must release my word into that situation. Yes. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. Listen to the word of God. All dry bones, hear the word of God. ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിന്റെ യഹോവയുടെ വചനം കേൾപ്പീൻ. If you want to operate in miracles, if you want to see miracles in your life, if you want to experience miracles, if you want to activate the miraculous, you must learn to decree. Stop. Decree എന്ന വാക്കിന്റെ അർത്ഥം order from authority. ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുക. അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു കൽപ്പനയെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഡെക്രി എന്ന് പറയുന്നത്. ഒരു രാജാവ് എന്ത് ചെയ്യുന്നു? ഒരു കൽപ്പന, ഒരു പ്രസ്താവന റിലീസ് ചെയ്യുന്നു. A king releases decree. A high government authority official releases a decree. സാധാരണ ആൾക്കാരൊന്നും ഡെക്രികൾ പുറപ്പെടുവിക്കാറില്ല. നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, you can't decree because you're not in authority. അധികാരത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഡെക്രി ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രസ്താവിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. Decree means speaking from authority with authority. അധികാരത്തിൽ നിന്ന് അധികാരത്തോടെ സംസാരിക്കുന്നതാണ് ഡെക്രി എന്നൊരു പദത്തിന്റെ അർത്ഥം. You are God's ambassadors. നാം ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. We are God's ambassadors. We are God's miracle workers. നമ്മുടെ കരം നമ്മുടെ മേലൊന്ന് വെച്ചിട്ട് പറയാം, I am God's miracle worker. ഞാൻ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്, വ്യക്തിയാണ്, സ്ത്രീയാണ്, പുരുഷനാണ്. നിങ്ങളോടൊന്ന് പറഞ്ഞ, I am God's miracle worker. I am God's son. I am God's child. Hallelujah. So you carry authority. We have authority. ദൈവത്തിന്റെ മക്കൾ, നാം ദൈവത്തിന്റെ മക്കളായി തീർന്നതിൽ കൂടെ ദൈവത്തിന്റെ അധികാരം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അധികാരം ലഭിച്ചവരാണ് നമ്മൾ. You have received authority. Having received authority, God wants you to decree. Miracles happen, but they don't just happen accidentally. അത്ഭുതങ്ങൾ നടക്കുന്നു, പക്ഷെ യാദർശികമായി നാം വെറുതെ ഇരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയില്ല. There are ways that God has kept for us to walk in miracles. Hallelujah. For us to experience miracles, for us to operate and release miracles, because our God is a God of miracles. Hallelujah. The power of decree
and declaration. Hear, all thy bones, the word of God's. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. You are a child of the living God and you have authority, and God wants you to decree and declare things into existence. Hallelujah. അത്ഭുതം നടക്കട്ടെ. വിഷയങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അധികാരത്തോടെ കൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. Only the one who has stayed in the presence of God can release authority with power. ഹല്ലേലൂയ. ആമേൻ. നാം ഈ കാര്യത്തെ ഡെക്രിയെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ സത്യത്തെ, ദൈവം പറയുന്ന ആ കാര്യത്തെ അധികാരത്തോടെ കൽപ്പിക്കുവാൻ, അതിനെ പറയുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. If you want to activate, if you want to move in miracles, it's essential that you learn the power of decree and declaration. Hallelujah. Words are powerful. നമ്മുടെ വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം people in the world do not value words. Hallelujah. അവർക്ക് വായി തോന്നുന്നത്, മനസ്സിൽ വരുന്നതും അവരുടെ വികാരങ്ങളും അതെല്ലാം എന്ത് ചെയ്യും? അവരെ വിളിച്ചു പറയും. That's the average person on the road, because words are like dirt. Words are of no value. വാക്കുകൾക്ക് വലിയ വിലയില്ല. അങ്ങനെ ഒരു ചിന്ത, ഒരു മനോഭാവമാണ്. Hallelujah. But if you want to walk in miracles, അത്ഭുതങ്ങളിൽ നടക്കണമെങ്കിൽ you must value words, because words are currencies, coins in the kingdom of God. ദൈവരാജ്യത്തിൽ വാക്കുകൾക്ക് വലിയ വിലയാണ്. സ്തോത്രം. That's why when you decree, it has to happen. കർത്താവ് പറഞ്ഞത്, എൻ്റെ വാക്കുകൾ, the words that I speak to you, they are spirit and life. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വാക്കുകൾ അത് ജീവനും ആത്മാവും. Words reveal the inner person. It is a revelation of the life and the essence of a person. ദൈവത്തിന്റെ വചനമായിരുന്നു യേശു. God put everything in Jesus, and he said, in the beginning was the word. The word was with God, the word was God. Jesus is the word. ദൈവം സംസാരിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, പ്രസ്താവിക്കുന്ന ദൈവമാണ്. എല്ലാം കുഴഞ്ഞു മറിഞ്ഞ്, എല്ലാം കലങ്ങി മറിഞ്ഞ്, എല്ലാം ശൂന്യമായിട്ടും പാഴായിട്ടും നിന്നപ്പോൾ കർത്താവ് ചില പ്രസ്താവനകൾ പ്രസ്താവിച്ചു. In the book of Genesis chapter 1, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ God said, let there be light. വെളിച്ചമുണ്ടാകട്ടെ. Let there be firmament. God said, let there be firmament. ദൈവം സംസാരിച്ചു, ദൈവം പ്രഖ്യാപിച്ചു. Words are powerful. ഏകദേശം 9-10 പ്രാവശ്യം നമുക്ക് ആ പദം കാണാം. ദൈവം പറഞ്ഞു, ദൈവം സംസാരിച്ചു, ദൈവം കൽപ്പിച്ചു. God said, God said, God said. God spoke the world into existence. Words are powerful. നമ്മുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. Stop. You will decree a thing and it will be so. That's what God's word says. Heaven and earth will pass away, but my word will stand forever. നിങ്ങൾ ഒരു കാര്യം പ്രസ്താവിക്കും, അതങ്ങനെ ആയിത്തീരും. ചിലതിനെ നോക്കി ഡെക്രി ചെയ്യുവാൻ, കൽപ്പിക്കുവാൻ, പ്രസ്താവിക്കുവാൻ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. Your words will either make you or break you. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെ പണിയും, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. സ്തോത്രം. അതുകൊണ്ടാണ് അവർ Proverbs സദൃശവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം, the book of Proverbs chapter 18 verse 21 says, death and life is in the power of the tongue. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. Death and life is in the power of the tongue. Death and life is in the power of the tongue. ജീവനും മരണവും നാവിന്റെ അധികാരം. There is a miracle. If you want to be a miracle worker, if you want to see miracles, you must know that your miracle is in your mouth. ഒരു അത്ഭുതത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വേണം. But primarily your mouth must be in alignment with the truth and with the revelation of God. നിങ്ങളുടെ നാവ് ദൈവവചനത്തോടും ദൈവത്തിന്റെ വെളിപ്പാടുകളോടും ദൈവത്തിന്റെ സത്യത്തോടും നിങ്ങൾ ഏകീഭവിച്ച് ഒന്നായി തീരുന്ന ഒരു അനുഭവമായിരിക്കണം. You must be a man of one confession. You must be a man of one confession. Praise God. Death and life is in the power of the tongue. അവിടെ പറഞ്ഞിരിക്കുന്നു, those who love it, അതിനെ സ്നേഹിക്കുന്നവർ അതിനെ ഫലം കഴിക്കും. സ്തോത്രം. Hallelujah. What are we releasing? നാം എന്താ നമ്മുടെ വായിൽ കൂടെ നാം പുറപ്പെടുവിക്കുന്നത്? Hallelujah. Is it life or is it death? അത് ജീവനാണോ അത് മരണമാണോ? Most of the people speak death. വിശ്വാസികളായിട്ടുള്ള പലരും, once you don't have this revelation, this understanding, what happens? We speak death into our system, death into our lives, death into our families, death into our beloved ones, death into our situations. ഇതെനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല, ഇത് ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല, ഒരിക്കലും അത് നടക്കത്തില്ല. You're releasing death. You're releasing death. You're releasing death. Words are powerful in the kingdom of God. Words can build you or words can destroy you. Hallelujah. So if you want to move in miracles, you must begin to value words like diamonds and
rubies and pearls and precious stones. You must be a person of your word. Your words determine the course of your life. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി ദിശയെ നിർണ്ണയിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വാക്കുകളുടെ ഒരു സിറ്റുവേഷനാണ്. നാം എന്ത് പറഞ്ഞോ, എന്ത് സംസാരിച്ചോ, എന്താണ് വീണ്ടും വീണ്ടും നാം പറഞ്ഞിരിക്കുന്നത്, നാം പ്രസ്താവിച്ചിരിക്കുന്നത്, അവിടെയാണ് നാം വന്ന് നിൽക്കുന്നത്, നാം വന്ന് നിന്നിരിക്കുന്നത്. നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നാം പ്രസ്താവിച്ചുകൊണ്ട് we are releasing decrees knowingly or unknowingly. We are releasing life or death. We are decreeing death or we are decreeing life into situations. Your words become your reality. നാം എന്താണ് പറയുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ അനുഭവിക്കും. സ്തോത്രം. What you say is what you will have. That's how powerful words are. If you want to move in miracles, you must have a tongue that's bridled under control. Hallelujah. Amen. സ്തോത്രം. യാക്കോബിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അത്ഭുതങ്ങളിൽ നടക്കുവാൻ മാത്രമല്ല, അത് ദൈവത്തിന്റെ ഒരു വലിയൊരു റിക്വയർമെന്റും കൂടെ നമുക്കൊന്ന് വായിക്കാം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, ഒരുത്തൻ വാക്കിൽ, തന്റെ സംസാരത്തിൽ, തന്റെ ഡിക്രിയിൽ, തന്റെ പ്രസ്താവനയിൽ, താൻ പറയുന്നതിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഇംഗ്ലീഷിൽ വളരെ പ്രൊഫൗണ്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. For in many things we offend, we stumble in many things, but if a man offend not in word, the same is a perfect man, able also to bridle the whole body. The same is a perfect. If anyone does not stumble in words, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരത്തിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, അവിടെ നാം കുറവില്ലാത്തവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെർഫെക്റ്റ് എന്ന വാക്ക് ടീലിയോസ്. കർത്താവ് ക്രൂശിൽ സകലതും നിവൃത്തിയായി എന്ന് കരഞ്ഞ് പറഞ്ഞൊരു വാക്കാണ്. It is finished എന്ന് പറഞ്ഞ വാക്കാണ് ടീലിയോസ്. It's completely complete, perfectly perfect. എല്ലാം നിവൃത്തിയായി. That's the word perfect. That's the mark of a spiritual person. ഒരു ആത്മീയ മനുഷ്യന്റെ, ഒരു ഒരു സ്പിരിച്വൽ മാന്റെ ഒരു മാർക്കാണ് that he has control over his tongue, his words. നമ്മുടെ മനസ്സിൽ കൂടെ ഒത്തിരി ചിന്തകൾ, നമ്മൾ ചിന്തകളെ കുറിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. നാം ചിന്തിക്കുന്നതാണ് നാം എത്തിച്ചേരുന്നത്. What a man thinks in his heart, so is he. But even it is much more dangerous when you verbalize and vocalize your negative thoughts. നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ തെറ്റായിട്ടുള്ള ചിന്തകളും പോകുമ്പോൾ, but if you don't verbalize, if you don't vocalize, if you don't say it, they die unborn, they get aborted. തെറ്റായിട്ടുള്ള ഒരു മനോഭാവം, ഒരു ചിന്ത, ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നാം അതിനെ പറയാതിരുന്നാൽ, നമ്മുടെ മനസ്സിൽ തന്നെ അതിനെ മാറ്റിക്കളഞ്ഞ് നാം അതിനെ പറയാതിരുന്നാൽ അതിന്റെ ശക്തിയെ നാം വിഹീനമാക്കും. But most people, സദൃശ്യവാക്യം 6-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. But most people get snared, get stumbled, get ensnared by their own words. Yes. നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ വാമൊഴികൾ പിടിപ്പെട്ടിരിക്കുന്നു. You are ensnared by the words of your mouth. നമ്മുടെ വായുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ തന്നെ എന്താ പിടിക്കപ്പെട്ടു പോയി, നാം തന്നെ തടസ്സപ്പെട്ടു പോയി. ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇത്രയൊക്കെ സംഭവിക്കത്തുള്ളൂ, ഇത്രയൊക്കെ നടക്കത്തുള്ളൂ. We have put limitations to our life. നമ്മുടെ വാക്കുകൾ, our words dominate us, our words control us, our words can limit us, our words can destroy us. But God is looking for a man who will agree with God and say what God says in His word. God, you're the God of miracles, you're the God of the supernatural, you're the God of signs, wonders. I agree with you, God. That's my portion. The blessing of God is my portion. ജബേസിനെ പോലെ വ്യസനത്തിന്റെ മധ്യത്തിലും ശാപത്തിന്റെ മധ്യത്തിലും അതിനെ ഒന്ന് തിരിച്ചുവിടുവാൻ, അതിനെ ഒന്ന് അതിജീവിക്കുവാൻ, അതിനുമേലൊന്ന് ജയമെടുക്കുവാൻ, അതിനുമേലൊന്ന് ജീവൻ സംസാരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Words are powerful. Many times നമ്മെ തന്നെ we sometimes are our greatest enemy. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ. Because we condemn ourselves. നാം നമ്മെ തന്നെ തുച്ഛീകരിച്ച്, we speak self condemnation, we speak self destruction, we speak self damage to our life. Amen. Hallelujah. But God says you will decree a thing and it will be established. നീ ഒരു കാര്യം പ്രസ്താവിക്കും, നീ ഒരു കാര്യം പ്രഖ്യാപിക്കും, അത് അങ്ങനെ തന്നെ ആയിത്തീരും. സ്തോത്രം. Your words are powerful. Your words can change and turn the situation. Stop speaking again and again about lack
and failure, about defeat and about what cannot be. നാം വീണ്ടും വീണ്ടും നാം ഇല്ലായ്മയെക്കുറിച്ചും നാം തകർച്ചയെക്കുറിച്ചും നാം നമുക്ക് അതില്ല, നമുക്കിതില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. We always, that's the nature of the fallen man. നമ്മുടെ സാഹചര്യങ്ങളുടെ ആ കാര്യത്തെ നാം ഉയർത്തുന്നത്. That's the nature of man, of fallen man. We expect to speak negative. We expect to speak defeat and expect that we will be successful. നാം തെറ്റായിട്ടുള്ള കാര്യം സംസാരിക്കുന്നു, നാം വേണ്ടാത്ത കാര്യം സംസാരിക്കുന്നു, നാം ഇല്ലായ്മ സംസാരിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ടുള്ള കാര്യം നാം സംസാരിക്കുന്നു. And then we think that we will be blessed, we will be victorious. Hallelujah. എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് അത്ഭുതങ്ങളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു? അത്ഭുതങ്ങളുടെ ഒരു പ്രതലത്തെ ദൈവം നമ്മുടെ മധ്യത്തിൽ സൃഷ്ടിക്കുക. പ്രിയപ്പെട്ടവരെ, there is a flow of miracles happening, but in these days you will begin to see the miracle power of God to a max. അതിനൊരു മാക്സിമം മോഡിലേക്ക് പോകുന്ന ഒരു സമയമായി ഞാൻ തിരിച്ചറിയുന്നു. പ്രൈസ് ഗോഡ്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മധ്യത്തിൽ സ്പൈൻ ഡിഫോർമിറ്റി ഉള്ളൊരു ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. ദൈവശക്തിയാൽ ആ വ്യക്തി വീണു. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു സാക്ഷ്യമായി തൻ്റെ സ്പൈനിലുണ്ടായിരുന്ന ചെറിയ ഡിഫോർമിറ്റി, ഇറ്റ് ഗോട്ട് കറക്റ്റഡ് ബൈ ഇറ്റ് സെൽഫ് ബൈ ദ പവർ ഓഫ് ഗോഡ്. ഞാൻ ഒറീസയിൽ ഈ പ്രാവശ്യം പോയപ്പോൾ ഒരു പാസ്റ്റർ ഓടി വന്നു, പാസ്റ്ററെ എൻ്റെ മകൾ 8-9 വയസ്സ് പ്രായമുള്ള മകൾ വീണ്ടും വീണ്ടും എപ്പിലെപ്സി ജന്നി വരുന്ന, വീണ്ടും വീണ്ടും എപ്പിലെപ്റ്റിക് ഫിറ്റ്സ് വരുന്ന എൻ്റെ മകൾക്ക് അന്ന് വന്നു. ഞങ്ങൾ അവിടെ ശുശ്രൂഷിച്ചു, മകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് അത് കഴിഞ്ഞ് പിന്നെ എപ്പിലെപ്സി ഉണ്ടായിട്ടില്ല. സ്തോത്രം. കാലം മടക്കുവാൻ ബുദ്ധിമുട്ടുള്ള വേറൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചു, സൗഖ്യത്തിന് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് ശുശ്രൂഷകൾ നടന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യാപാരം, ആ ശക്തി അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവശക്തിയാൽ നിറഞ്ഞു. പെട്ടെന്ന് മടങ്ങാത്ത മുട്ട് നുകർന്ന് തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. God is performing his miracles. ദൈവത്തിന്റെ സൗഖ്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന പലർ കർത്താവിന്റെ സൗഖ്യത്തെ അനുഭവിച്ച്, കർത്താവിന്റെ അത്ഭുതത്തെ ഒരു നിലവാരം അല്ലെങ്കിൽ വേറൊരു നിലവാരത്തിൽ അനുഭവിച്ച ചിലർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. I want to tell you that God wants to do miracles. What will you say? നിങ്ങൾ എന്ത് പറയും? സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ, ഇല്ലായ്മയുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം എന്ത് പ്രസ്താവിക്കും? നാം എന്ത് കൽപ്പിക്കും? നാം എന്താണ് പറയുന്നത്? That will decide the course of your life. If you will say death, if you will curse yourself, if you will say defeat and failure, നിങ്ങൾ എത്ര ശ്രമിച്ചാലും you cannot come out of that trap because you have ensnared yourself. നാം നമ്മെ തന്നെ തടസ്സപ്പെടുത്തി നമ്മെ തന്നെ ചുറ്റിവെച്ചിരിക്കുക. സദൃശ്യവാക്യം 15-ാം അധ്യായം 4-ാം വാക്യം. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. A wholesome tongue is a tree of life. നാവിന്റെ ശാന്തത അല്ലെങ്കിൽ ഹോൾസം അല്ലെങ്കിൽ a wholesome tongue, a wholesome tongue. ദൈവത്തിന്റെ വചനത്തിൽ നാവിനെ കുറിച്ചും വാക്കുകളെ കുറിച്ചും ഒത്തിരി ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. A wholesome tongue. ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ സ്പർശനം ലഭിച്ച ഒരു നാവ്. ബ്രിഡിൽ ചെയ്ത് അല്ലെങ്കിൽ ആ കൺട്രോളിലേക്ക് ഒരു കുതിരയെ ബ്രിഡിൽ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന നിർത്തുന്ന ഒരു അവസ്ഥ. A wholesome tongue is a tree of life. But perverseness is a breach. Pandita translation is a breach in the spirit. നാം നമ്മുടെ നാവിനെ തെറ്റായി, when we wrongly misuse our tongue, when we abuse with our tongue, when we use it in a contrary way, when we use it in a destructive way, it's a breach in our spirit. നമ്മുടെ ആത്മാവിൽ തന്നെ നാം അതിനെ അങ്ങ് ക്ഷയിച്ച് പോകുന്നൊരവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലീക്ക് ചെയ്ത് പോകുന്ന ദൈവത്തിൻ്റെ ജീവനും അനുഗ്രഹങ്ങളും ദൈവശക്തിയും ഒക്കെ ചോർന്നു പോകുന്നൊരവസ്ഥയാണ്. A wholesome tongue is a tree of life. A wholesome tongue produces a life of miracles. What will we choose? നാം എന്ത് തിരഞ്ഞെടുക്കും? നാം ജീവൻ തിരഞ്ഞെടുക്കുമോ? കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞാനൊരു അനുഗ്രഹ വിഷയമാക്കി നീ എന്നെ തീർത്തിരിക്കുക. എനിക്ക് നന്മ വരും. ഹല്ലേലൂയ. എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. ഞാൻ നിനക്ക് വളരെ വിലപ്പെട്ടൊരു വ്യക്തിയാണ് കർത്താവേ. നീ എന്നെ ഉയർത്തും. ഇനി നാം പാടിയതുപോലെ ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. What shall we say? നാം എന്ത് പറയും? നമ്മുടെ സാമ്പത്തികമായിട്ട് ഇല്ലായ്മയുടെ മധ്യത്തിൽ നമുക്കറിയാം നമ്മുടെ ദൈവത്തിന് നമ്മുടെ സാമ്പത്തിക വിഷയത്തെയൊക്കെ സോൾവ് ചെയ്യാനും സെറ്റിൽ ചെയ്യാനും കഴിയും എന്നൊക്കെ നമുക്കറിയാം. നമുക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയും എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും നാം സംസാരിക്കുന്നത് അയ്യോ ഇല്ലായ്മ നാം പലപ്പോഴും സംസാരിക്കുന്നത്. ശരിയാ, ദൈവത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും, ദൈവത്തിന് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ മാറ്റുവാൻ കഴിയും. എങ്കിലും ഞാൻ ഇതെങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യും. പക്ഷെ God wants us to be a people of one confession. My God shall supply all my needs. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിന് തക്കോണം ഞങ്ങളുടെ സകല ആവശ്യങ്ങളെ നിവർത്തിക്കുവാൻ മതിയായവനാ. ശരിയാ, വിഷയങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ദൈവമോ
രോഗമുണ്ട്, ശരിയാ, വിടുതലിന്റെ അംശമുണ്ട്. എന്റെ ദൈവമോ അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. God will come to me. I will recover. I will be blessed. I will walk in miracles. Miracles will be a norm in my life. The power of decree. The power of decree. നാം എന്തു പറയുന്നു അതിന്റെ മേളിൽ നമ്മൾക്ക് ഒരു കാരണവശാലും നമുക്ക് ഉയരുവാൻ കഴിയുകയില്ല. Our words, with our words we set limits for our life. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് വ്യത്യാസപ്പെടുത്തട്ടെ. നമ്മുടെ മനോഭാവങ്ങളാണ് നാം എവിടെ എത്തിച്ചേരും എന്ന് നിർണ്ണയിക്കുന്ന. Our attitude determines our altitude. The attitude that we carry in our heart towards God and God's word will determine where we reach in life. God wants to bless us. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമ്മുടെ മധ്യത്തിൽ പ്രകടമാക്കുവാൻ തയ്യാറാ. സ്തോത്രം. നമ്മുടെ മനോഭാവം എന്താ? അത്ഭുതം നടന്നാലും കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത്ഭുതം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. നാം എങ്ങനെയെങ്കിലും ഒക്കെ. No, if that's your attitude, we will never see miracles in our life. We will never see the power of God in our life. God, we want to walk. We want to see. We want to experience. We open up because you are the God of miracles. Amen. അല്പസമയം നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 6 വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും. അത് നമ്മളൊന്ന് വായിക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 കൂടെ ഒന്ന് വായിക്കാമോ? Hebrews chapter 11 verse 6. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 6 വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Without faith it is impossible to please God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും എന്ന് വിശ്വസിക്കേണ്ടത് തന്നെ. ഹല്ലേലൂയ. ആ വചനമൊക്കെ പഠിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച് എന്നെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ശുശ്രൂഷയെ മാറ്റിയ ഒരു തിരുവചന സത്യമാണ്. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവമുണ്ട്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കത് പ്രകാശനം തന്നത്, എന്നെ പഠിപ്പിച്ച് എന്നെ മനസ്സിലാക്കി തന്നത്. എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ആരാണോ, ഇപ്പോൾ ഒരു സാമ്പത്തിക വിഷയമായിട്ടാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ ഞാൻ ആരാണോ, ഞാൻ എന്താണോ എൻ്റെ വചനത്തിൽ എന്നെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, എൻ്റെ വചനത്തിൽ ഞാൻ എന്നെക്കുറിച്ച് എന്താണോ റിവീൽ ചെയ്തിരിക്കുന്നത്, അങ്ങനെ തന്നെ ഞാൻ ആണ് എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് വേണം എൻ്റെ അടുക്കലേക്ക് വരാനായിട്ട്. ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തിക വിഷയമാണെങ്കിൽ, ഇന്ന് കുടുംബപരമായിട്ടുള്ള വിഷയമാണെങ്കിൽ, ദൈവം ആരാണോ, യഹോവ ഈരയായവൻ, എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ യഹോവ ഈരയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരണം. ഇത് സൗഖ്യമാണോ നിന്റെ ആവശ്യം? വിടുതലാണോ എൻ്റെ ആവശ്യം? ഞാൻ യഹോവ റാഫിയായ ദൈവമാണ്. എബ്രായ ഭാഷയിൽ റാഫ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഡോക്ടറാണ്. I am God your doctor. I am God your physician. നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവം ഞാനാണ് എന്ന് വിശ്വസിച്ച്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവൻ ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ എന്തായിരിക്കുന്നു, എൻ്റെ ആ ഉടമ്പടി നാമം എന്തായിരിക്കുന്നു, അങ്ങനെ തന്നെ നീ വിശ്വസിക്കണം. അങ്ങനെ തന്നെ നാം വിശ്വസിക്കണം. എന്നാൽ അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, അങ്ങനെ തന്നെ തുടർന്ന്. Without faith it is impossible to please God. Anyone who comes to God must believe that He is who He says He is, and that He is a rewarder of those who diligently seek Him. Hallelujah. ഇന്ന് പകൽക്കാലത്തിന്റെ മധ്യത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നാം കേട്ടത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നാം കേട്ടത്. സ്തോത്രം. ദൈവസഭ അത്ഭുതങ്ങളുടെ ഒരു പ്രതലമായി, ഒരു സ്ഥലമായി തീരണമെന്നാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. നാം കേട്ടു ഒരു അത്ഭുതം എന്താണ്, അത്ഭുതങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ കയറി ചെല്ലുവാൻ കഴിയുമെന്ന് നാം കേട്ടു. ഒരു അത്ഭുതത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാപിക്കാം എന്ന് നാം കേട്ടു. ജബേസ് എങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. തന്റെ ശാപത്തിന്റെ അവസ്ഥയുടെ മധ്യത്തിൽ തന്റെ ജീവിതത്തിന്റെ ഹിസ്റ്ററിയെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ദൈവത്തെ താൻ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്നെ വർദ്ധിപ്പിക്കണം. അന്ധതയുടെ മധ്യത്തിൽ ഭർത്തിമായി ദൈവത്തോട്, യേശുവേ ദാവീദ് പുത്രാ എന്ന് താൻ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരും ദൈവസഭയും വിഷയങ്ങളുടെ മധ്യത്തിൽ, ദൈവമേ നിന്റെ കരം അത്ഭുതം പ്രവർത്തിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, സകല തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കർത്താവേ നിന്റെ ദാസന്മാർക്ക് കൃപ, ദൈവവചനം ധൈര്യത്തോടെ സംസാരിക്കുവാനുള്ള ദൈവകൃപ തരണമേ. അവർ വിളിച്ചപേക്ഷിക്കും. യേശുവിന്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിക്കും?